കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഇന്നലെ നമ്മൾ ഭഗവാൻ പുഷ്പവിമാനത്തിൽ അയോധ്യയിലേക്ക് പറന്ന് പോകുമ്പോൾ ഓരോ ഭാഗം എത്തുമ്പോൾ കാണിച്ചു കൊടുക്കണതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ, അതായത് 14ാം സർഗം 7ാം ശ്ലോകത്തിൽ പറഞ്ഞ എന്താ വെച്ചാൽ, ആ സേതു കടന്ന് കുറച്ചും കൂടി പോയപ്പോൾ, സേതുബന്ധനം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ രാമേശ്വരൻ എന്നുള്ള എന്ന വിശേഷപ്പെട്ട പേരോട് കൂടിയിട്ട് ഇവിടെ ഒരു ശിവൻ്റെ എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ വെച്ചിട്ടാണ് വിഭീഷണൻ മന്ത്രിമാരോടുകൂടി എന്നെ വന്ന് ശരണം പ്രാപിച്ച സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞും പോയിട്ട് പറഞ്ഞു, അവിടെ വന്നിട്ടാണല്ലോ ശരണാഗതി അടഞ്ഞത് വിഭീഷണൻ. രാവണൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടേ ഇവരിവിടെ ഇരിക്കുമ്പോഴാണ്, രാമേശ്വരത്തിരിക്കുമ്പോഴാണ് സേതു കിടക്കണതിൻ്റെ മുമ്പേ അത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഇതാണ് ഈ സുഗ്രീവൻ്റെ രാജധാനിയായിട്ട് കിഷ്കിന്ധാപുരി, നമ്മളതിൻ്റെ മുകളിൽ കൂടെയാണ് പോകണമെന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. ഇനി 8. തത്ര രാമാജ്ഞയാ താരാ പ്രമുഖ ഹരിയോഷിത ആനയാമാസ സുഗ്രീവ സീതായാ പ്രിയകാമ്യയാ. തത്ര അവിടെ സീതയുടെ പ്രിയകാമ്യയാ, അതായത് ഇഷ്ടമുള്ള ആഗ്രഹത്താൽ രാമാജ്ഞയ രാമൻ്റെ ആജ്ഞയോടുകൂടി സുഗ്രീവൻ അതായത് സീതയെ കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടേ രാമൻ്റെ ആജ്ഞയോടുകൂടി സുഗ്രീവ താരാപ്രമുഖ താര മുതലായ ഹരിയോഷിത വാനര സ്ത്രീകളെ ആനയിച്ചു. അവർക്കൊക്കെ സീതയെ കാണണമെന്ന് അതികഠിന ആഗ്രഹമുണ്ട്. കാരണം കേട്ടിട്ടുണ്ടല്ലോ, സീതയെ അന്വേഷിക്കാനല്ലേ ഇപ്പം ഈ വാനരന്മാർ മുഴുവൻ പോയത് അനവധി കാലം. അപ്പോൾ എല്ലാവരും ഈ വാനരരാജ്യത്തെ എല്ലാവർക്കും ശ്രീരാമനെ സീതയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ സീതയും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ കാണാൻ മോഹണ്ടേ. അപ്പോൾ ആ പട്ടണം കിഷ്കിന്ധാണെന്ന് അറിഞ്ഞപ്പോൾ താര മുതലായ വാനര നാരിമാരെ കാണാനായിട്ട് സീതയ്ക്ക് അങ്കിടും. അതെ, കാരണം ഇവർ സീതയെ രക്ഷിക്കാൻ ഭഗവാനെ സഹായിച്ചവരാണല്ലോ. അപ്പോൾ സീതയ്ക്ക് അവരെയും കാണുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കാണണമെന്നാണ് ഇതിൽ പറയണത്. അങ്ങനെയാണ് കേട്ടോ. എന്താ അറിയോ, ഇത് കിഷ്കിന്ധയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു. ഇതാണെന്ന് കിഷ്കിന്ധ വാനരന്മാരുടെ രാജ്യം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ താര, അതായത് ബാലിയുടെ ഭാര്യ താര, പിന്നെ രുമ, സുഗ്രീവൻ്റെ ഭാര്യ രുമ, ഇങ്ങനത്തെ വാനര സ്ത്രീകളെ കാണാൻ സീതയ്ക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു കാണിക്കാൻ. അതിനായിട്ട് വിമാനം അവിടെ നിന്ന് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടാവും, അല്ലാണ്ട് പറ്റില്ലല്ലോ. കുറച്ച് നേരം കിഷ്കിന്ധയിൽ ലാൻഡ് ചെയ്തിട്ട് സീത പറഞ്ഞു, എനിക്ക് താരയും രൂമയൊക്കെ കാണണമെന്ന്. അപ്പോൾ അവർ അങ്ങനത്തെ പ്രധാനപ്പെട്ട വാനര സ്ത്രീകളെയൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഈ സുഗ്രീവരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ ഊഹിക്കേണ്ടത് കേട്ടോ. തത്ര രാമാജ്ഞയാ താരാ പ്രമുഖ ഹരിയോഷിത ആനയാമാസ സുഗ്രീവ സീതായ പ്രിയകാമ്യയ. സീതയ്ക്ക് കാണാൻ പറഞ്ഞിട്ടാണ്. താഭി സഹോത്ഥിതം ശീഘ്രം വിമാനം പ്രേക്ഷ്യ രാഘവ പ്രാഹ ചാദ്രിമൃഷ്യമൂകം പശ്യ ബാല്യത്ര മേ ഹതഃ. താഭി സഹ അവരോടുകൂടെ ശീഘ്രമുദ്ധിതം വേഗമുയർന്നതായ വിമാനം പ്രേക്ഷ്യ വിമാനത്തെ കണ്ടിട്ട് രാഘവൻ പറഞ്ഞു, ഹൃഷ്യമൂകാദ്രിയെ പശ്യ, നോക്കൂ, ഹൃഷ്യമൂകാദ്രി കണ്ടോളൂ, ആ പർവ്വതേ, ഹൃഷ്യമൂകം എന്നുള്ള പർവ്വതം. അത്ര ഇവിടെ മേ എന്നാൽ ബാലി ഹതഃ, ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഹൃഷ്യമുഖത്തിൽ വെച്ചിട്ടാണ് ബാലി വധിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വാനര സ്ത്രീകളെയും കൂട്ടിയിട്ട് അതിവേഗത്തിലേക്ക് ആകാശത്തിലേക്ക് ഉയർന്ന് വിമാനം സഞ്ചരിക്കുന്ന സമയത്ത് രാമൻ സീതയോട് പറഞ്ഞു, ഹൃഷ്യമുഖം എന്നുള്ള ഈ പർവ്വതത്തെ നോക്കി കണ്ടോളൂ ദേവി, ഞാൻ ഈ പർവ്വതത്തിൽ വെച്ചിട്ടാണ് ബാലിയെ വധിച്ചത് എന്ന് പറഞ്ഞ് ബാലി വധിച്ച സ്ഥലം കാണിച്ചു കൊടുത്തു. താഭി സഹോത്ഥിതം ശീഘ്രം വിമാനം പ്രേക്ഷ്യ രാഘവ പ്രാഹ ഹൃഷ്യമൂകം പശ്യ ബാല്യത്ര മേ ഹതഃ. ഏഷാ പഞ്ചവടീ നാമ രാക്ഷസായത്ര മേ ഹതഃ. അഗസ്ത്യസ്യ സുതീക്ഷ്ണസ്യ പശ്യാശ്രപദേ
പശ്യാശ്രപദേ ശുഭേ. ഇനി ബാക്കിയൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. ഏഷ ഇത് പഞ്ചവടി, ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന പഞ്ചവടി എന്ന പ്രസിദ്ധ ഭൂമി. ആ സ്ഥലത്ത് എന്നാൽ രാക്ഷസഹതാഹ, രാക്ഷസന്മാരൊക്കെ കൊല്ലപ്പെട്ടു. അഗസ്ത്യൻ്റെയും സുതീക്ഷ്ണൻ്റെയും ശുഭേ ആശ്രമപദേ, ആശ്രമപദി എന്ന് കേട്ടോ, ആശ്രമപദത്തിൽ ശുഭങ്ങളായ ആശ്രമസ്ഥാനങ്ങളെ കണ്ടാലും. ഇതാണ് പഞ്ചവടി എന്ന സ്ഥലം. ഇവിടെ വെച്ചാണ് ഞാൻ രാക്ഷസന്മാരൊക്കെ വധിച്ചത്. ആകാശത്ത് കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ സീതയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മനസ്സിലാവില്ല. അതാണ് പഞ്ചവടി. ഇവിടെ വെച്ചാണ് ഞാൻ രാക്ഷസന്മാരെ വധിച്ചത്. അഗസ്ത്യരുടെയും സുതീഷ്ണൻ്റെയും പുണ്യങ്ങളായിട്ടുള്ള ആശ്രമങ്ങളെ ഞാൻ കാണിച്ചു തരാതെ കണ്ടോളൂ പറഞ്ഞു. ഏഷാ പഞ്ചവടി നാമ രാക്ഷസായത്ര മേഘത അഗസ്ത്യസ്യ സുതീക്ഷ്ണസ്യ പശ്യാശ്രമപദേ ശുഭേ. ഏതേ താപസാ സർവേ ദൃശ്യന്തേ വരവർണിനി അസൗ ശൈലവരോ ദേവി ചിത്രകൂട പ്രകാശത്തെ അത്ര മാം കേകയീപുത്ര പ്രസാദയിതുമാഗത. വരവർണിനി, ഹേ ഉത്തമയായിട്ടുള്ള സീതാദേവി, സർവേ ഏതേ താപസ, ഈ താപസന്മാർ, ഇവിടെയുള്ള വലിയ വലിയ താപസന്മാരെ ദൃശ്യന്തേ കാണപ്പെടുന്നു. എത്ര താപസന്മാരാണ് അവിടെ. ദേവി, ഹേ ദേവി, ചിത്രകൂട അസൗ ശൈലവര, ചിത്രകൂടം എന്ന പേരാണ് ഈ ശ്രേഷ്ഠ പർവ്വതം. അനവധി താപസന്മാരെ കാണാണ്ട്, ഋഷിമാരെ. പ്രകാശത്തെ പ്രകാശിക്കുന്നു. അതായത് ഇപ്പം നമ്മൾ കാണുന്ന ഈ മല ചിത്രകൂട എന്ന പേരായ പർവ്വതമാണ്. അതെ, മാം പ്രസാദിതു, എന്നെ പ്രസാദിപ്പിക്കുവാൻ കൈകേയി പുത്ര, കൈകേയിയുടെ മകൻ അത്ര ആഗത, ഇവിടെ വന്നു എന്ന്. അതായത് ഹേ സീതാദേവി, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആ താപസന്മാരെല്ലാവരും ഇതാ നമുക്കിവിടെ കാണാം ഈ ചിത്രകൂടത്തിൽ. ഹേ ദേവി, ചിത്രകൂടം എന്ന പേരായ ഈ പർവ്വതം എത്ര ഭംഗിയാണ് കാണാൻ. നല്ലോണം നോക്കി കണ്ടോളൂ. എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഭരതൻ വന്ന സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞു. ഏതേ താപസാ സർവേ ദൃശ്യന്തേ വരവർണിനി അസൗ ശൈലവരോ ദേവി ചിത്രകൂട പ്രകാശത്തെ അത്ര മാം കൈകയീ പുത്ര പ്രസാദയിതുമാഗത. തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മരണവാർത്തയും കൊണ്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് വന്നില്ലേ. ഭരദ്വാജാശ്രമം പശ്യ ദൃശ്യത്തെ യമുനാ തടേ ഏഷാ ഭാഗീരഥി ഗംഗ ദൃശ്യത്തെ ലോകപാവനി. യമുനാ തടേ, യമുനാ തീരത്തിൽ ഭരദ്വാജാശ്രമം, ഭരദ്വാജൻ്റെ ആശ്രമത്തെ പശ്യ കണ്ടാലും ലോകപാവനി, ഈ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന ഏഷ ഭാഗീരഥി ഗംഗ, ഈ ഭാഗീരഥി എന്ന പേരോടുകൂടിയ ഗംഗ ദൃശ്യത്തെ കാണാം നമുക്ക് എന്ന് പറയുകയാണ്. അതായത് യമുനാ നദിയുടെ ഈ വളരെ പരിശുദ്ധമായ തീരത്തിൽ നമുക്ക് ഭരദ്വാജാശ്രമം എന്താ കണ്ടോളൂ, കാണാനില്ലേ. ഈ കാണപ്പെടുന്ന നദി അല്ലെങ്കിൽ ഭാഗീരഥി എന്നും കൂടി പേരുള്ള ഈ ഗംഗാ നദി സർവപാപങ്ങളെ നശിപ്പിക്കുന്നതും, ഭഗീരഥൻ എന്നൊരു രാജാവ് അല്ലേ സകരപുത്രന്മാരെ ജീവിപ്പിക്കാൻ വേണ്ടി സ്വർഗഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണല്ലോ ഭാഗീരഥി എന്ന്. ആ ഗംഗയാണത്, കണ്ടോളൂ പറഞ്ഞു. ഭരദ്വാജാശ്രമം പശ്യ ദൃശ്യത്തെ യമുനാ തടേ ഏഷാ ഭാഗീരഥി ഗംഗാ ദൃശ്യത്തെ ലോകപാവനി. 14 ഏഷാ സാ ദൃശ്യത്തെ സീതേ സരയൂർയൂപമാലിനി ഏഷാ സാ ദൃശ്യത്തെ യോധ്യ പ്രണാമം കുരുഭാമിനി. സീതേ, അല്ലയോ സീതേ, യൂപമാലിനി, അനേകം യൂപങ്ങളോട് കൂടിയ, അതായത് ഈ യാഗത്തിന് കെട്ടണ ഒരു മൃഗങ്ങളെ വധിക്കാൻ അല്ലെങ്കിൽ കൊല്ലാനുള്ള മൃഗങ്ങളെ കെട്ടണ ഒരു കുറ്റിക്കാണ് യൂപം എന്ന് പറയുക. അപ്പോൾ അവിടെ അനവധി യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് യൂപമാലിനി, അനേക യൂപങ്ങളോട് കൂടിയ സരയു, ആ സരയൂ നദി ഏഷാ ദൃശ്യതേ, ഈ സരയൂ നദി ഇതാ കാണാനുണ്ട്. അയോധ്യ, അതാ ആ അയോധ്യ ഏഷാ ദൃശ്യതേ, അധിക അകലെയല്ലാതെ അയോധ്യം കാണാനുണ്ട്. ഭാമിനി, ഹേ പതിവ്രതേ പ്രണാമം കുരു, നമസ്കരിച്ചോളൂ പറയാണ്. ജന്മഭൂമിയിലേക്ക് വരികയല്ലേ, ശ്രീകൃഷ്ണൻ്റെ രാജ്യമല്ലേ. ഹേ സീതേ, ഈ കാണപ്പെടുന്നത് സരയൂ നദിയാണ്. ഇതിൻ്റെ തീരത്ത് വെച്ച് അനേകം യാഗങ്ങൾ നമ്മുടെ പൂർവികന്മാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ അനവധി യാഗക്കുറ്റികൾ. യാഗത്തിൽ ഹോമിക്കാനുള്ള പശുവിനെ കെട്ടണ കുറ്റികൾ
അവർക്കാണ് യൂപം എന്ന് പറയുക. അവിടെ അനവധി യൂപങ്ങൾ കാണാം. അതിൻ്റെ അർത്ഥം സരയൂ നദീ തീരത്ത് ഒരുപാട് യാഗങ്ങൾ നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തീരത്തിൽ കാണപ്പെടുന്ന ആ രാജ്യമാണ് അല്ലെങ്കിൽ നഗരമാണ് നമ്മളുടെ അയോധ്യ. ഹേ സീതേ, ആ അയോധ്യയെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. എന്തൊരു സ്നേഹമാണ് ശ്രീരാമൻ അയോധ്യയോടല്ലേ. അയോധ്യ കണ്ടപ്പോഴേ സരയൂ നദിയുടെ തീരത്താണല്ലോ, അപ്പോൾ നമസ്കരിക്കൂ പറഞ്ഞു. അതാണ് അതിൽ പറഞ്ഞത്. ഏഷാ സാ ദൃശ്യതേ സീതേ സരയൂർ യൂപമാലിനി, ഏഷാ സാ ദൃശ്യതേ അയോധ്യ ച ദൃശ്യതേ അയോധ്യ, പ്രണാമം കുരുഭാമിനി, നമസ്കരിച്ചാലും എന്ന് പറഞ്ഞു. ഏവം ക്രമേണ സംപ്രാപ്തോ ഭരദ്വാജാശ്രമം ഹരിഃ പൂർണ്ണേ ചതുർദശേ വർഷേ പഞ്ചമ്യാം രഘുനന്ദന. ഏവം ഇപ്രകാരം ക്രമേണ ക്രമത്തിൽ ചതുർദശേ വർഷേ പൂർണ്ണി 14 വർഷം പൂർണ്ണമായ ദിവസം പഞ്ചമി നാളിൽ രഘുനന്ദന ഹരി രഘുകുലത്തെ ആനന്ദിപ്പിക്കുന്ന രാമൻ ഭരദ്വാജൻ്റെ ആശ്രമത്തെ സംപ്രാപ്ത എത്തി, ആശ്രമത്തെ പ്രാപിച്ചു. അതായത് ഭരതൻ പറഞ്ഞിട്ടുണ്ട് 14 വർഷത്തിന് കഴിഞ്ഞ് 1 സെക്കൻഡ് പോലും വൈകിയാൽ ഞാൻ എൻ്റെ ദേഹം ത്യജിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്ക് 14 വർഷം കഴിഞ്ഞ് കൃത്യം ആ സമയത്ത് എത്തുകയാണ്. അതാണ് ശ്രീരാമൻ ഇങ്ങനെ ആകാശത്തു കൂടെ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിൽ ഇരുന്നിട്ട് ദൂരെ എല്ലാ ദിക്കിലും കാണപ്പെടുന്ന ഓരോ സ്ഥലങ്ങളെയും സീതയ്ക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്ത് 14 സംവത്സരം തികയണ ആ പഞ്ചമി നാളിൽ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ വഴിയിലെല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്തിട്ടെ. ഏവം ക്രമേണ സംപ്രാപ്തോ ഭരദ്വാജാശ്രമം ഹരി പൂർണ്ണേ ചതുർദശേ വർഷേ പഞ്ചമ്യം രഘുനന്ദന ഭരദ്വാജം മുനിം ദൃഷ്ട്വാ വവന്ദേ സാനുജ പ്രഭു പപ്രച്ഛ മുനിമാസീനം വിനയേന രഘുത്തമ. ഭരദ്വാജ മുനിയെ ദൃഷ്ട്വാ കണ്ടിട്ട് സാനുജ പ്രഭു, അതായത് ലക്ഷ്മണനോട് കൂടിയ ശ്രീരാമൻ വന്ദിച്ചു. ആസീനം മുനിം, അവിടെ ആസനസ്ഥനായിട്ടുള്ള മുനിയോട് രഘുത്തമ രഘുശ്രേഷ്ഠൻ വിനയത്തോടു കൂടി പപ്രച്ഛ ചോദിച്ചു. എന്താണ്? ലക്ഷ്മണനോട് കൂടി ശ്രീരാമൻ ഭരദ്വാജ മുനിയെ കണ്ട ഉടനെ നമസ്കരിച്ചു. സുഖമായിട്ട് ഒരു ആസനസ്ഥനായിരിക്കുന്ന മുനിയോട് വിനയപൂർവ്വം ശ്രീരാമൻ ചോദിച്ചു. എന്താ ചോദിച്ചത് എന്ന് അടുത്ത ശ്ലോകം കേട്ടോ. ഭരദ്വാജം മുനിം ദൃഷ്ട്വാ വവന്ദേ സാനുജ പ്രഭു പപ്രച്ഛ മുനിമാസീനം വിനയേന രഘുത്തമ. 17 ശൃണോഷി കച്ചിത് ഭരത കുശല്യാസ്തേ സഹാനുജ സുഭിക്ഷ വർത്തതേയോധ്യ ജീവന്തി മമ മാതര. സഹാനുജ ഭരത, അനുജനോട് കൂടിയ ഭരതൻ വെച്ചാൽ ശത്രുഘ്നോട് കൂടിയിട്ടുള്ള ഭരതൻ. കുശലി ആസ്തേ, സുഖമായിരിക്കുന്നു എന്ന് ശൃണോഷി കച്ചിൽ കേൾക്കുന്നുണ്ടോ? ഭരതനും ശത്രുഘ്നും ഒക്കെ സുഖമായിരിക്കണില്ലേ? കാരണം ഇതിപ്പോൾ അയോധ്യയിലെത്തിയല്ലോ. അയോധ്യ സുഭിക്ഷ വർത്തതേ, അയോധ്യയിൽ സുഭിക്ഷമായിട്ട് ഐശ്വര്യപൂർണമായിരിക്കണില്ലേ അയോധ്യ ഞാനില്ലാത്തപ്പോഴെന്ന്. മമ മാതര, എൻ്റെ അമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടോ? അറിയില്ലേ, 14 കൊല്ലമില്ലേ. ഭരതൻ അപ്പം ചോദിക്കുകയാണ് പിന്നെ ഭരദ്വാജ മുനിയോടെ, ആര്? ശ്രീരാമനെ 14 കൊല്ലം കഴിഞ്ഞ് വരികയല്ലേ. ഭരതൻ ശത്രുഘ്നോട് കൂടി സുഖമായിരിക്കുന്നു എന്ന് കേൾക്കാറുണ്ടല്ലോ അങ്ങ് ചോദിക്കുകയാണ്, കേൾക്കാറില്ലേ? അയോധ്യ ദാരിദ്ര്യാദി ദോഷങ്ങളിൽ നിന്നൊക്കെ അകന്ന ഐശ്വര്യപൂർണമായിരിക്കുന്നില്ലേ? എൻ്റെ അമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടോ? കാരണം 14 കൊല്ലത്തിലൊക്കെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാമല്ലോ. ശൃണോഷി കച്ചിത് ഭരത കുശല്യാസ്തേ സഹാനുജ സുഭിക്ഷ വർത്തതേയോധ്യ ജീവന്തി മമ മാതര. അപ്പം 18ഉം 19ഉം ഒരു വരി അധികം കേട്ടോ. ശ്രുത്വാ രാമസ്യ വചനം ഭരദ്വാജ പ്രഹൃഷ്ടധീഹി. എന്താ ഭരദ്വാജൻ പറയണത്? പ്രാഹ സർവേ കുശലിനോ ഭരതസ്തു മഹാമനാ ഫലമൂലകൃതാഹാരോ ജഡാവൽക്കലധാരക പാതുകേ സകലം യസ്യ രാജ്യം ത്വം സുപ്രതീക്ഷതേ. പാവട്ടോ ഭരതൻ രാമൻ്റെ വചനത്തെ ശ്രുത്വ കേട്ടിട്ട് പ്രഹൃഷ്ടധീഹി ഭരദ്വാജ മഹർഷി, അതായത് സന്തോഷത്തോടു കൂടിയ ഭരദ്വാജൻ പ്രാഹ പറഞ്ഞു. എന്തേ പറഞ്ഞ്? സർവേ കുശലിന, എല്ലാവർക്കും സുഖം തന്നെ. മഹാമനാഹ ഭരതാത്തു, അതായത് മഹാമനസ്കനായ ഭരതനാവട്ടെ
ഫലമൂലകൃതാഹാര, അതായത് ശ്രീരാമൻ കാട്ടിൽ തിന്ന അതേ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട്, ജടാവൽക്കലധാരക, ശ്രീരാമനെ പോലെ ജടയും വൽക്കലവും ധരിച്ചുകൊണ്ട്, സകലം രാജ്യം സമസ്ത രാജ്യത്തെയും പാതുകേന്യസ്യ, പാതുകത്തിൽ അർപ്പിച്ചിട്ട്, അതായത് ഭഗവാന്റെ പാതുകാണ് ഭരിക്കണമെന്നുള്ള എന്ന് വിചാരിച്ചിട്ട്, ഭഗവാന്റെ പാതുകാണ് അവിടെ ഭരണം നടത്തുന്നത്, ആ പാതുകത്തിൻ്റെ ആജ്ഞപ്രകാരം ഞാൻ ഭരിക്കുകയാണ് എന്ന് മാത്രം സങ്കല്പിച്ച് അങ്ങയെ സുപ്രതീക്ഷതയെ കാത്തിരിക്കുന്നു എന്ന് നല്ല ഉത്തരം പറഞ്ഞു. രാമൻ്റെ ചോദ്യം കേട്ടപ്പോൾ സന്തോഷമായി ഭരദ്വാജമുനിക്ക്. എന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും സുഖമാണ്, ലൗകിക സുഖഭോഗങ്ങളൊന്നും ആഗ്രഹമില്ലാത്ത ഈ മഹാമനസ്കനായിട്ടുള്ള ഭരതൻ അങ്ങേപ്പോലെ തന്നെ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് ജടാവൽക്കലങ്ങൾ മാത്രം ധരിച്ച് രാജ്യകാര്യത്തെ മുഴുവനും അങ്ങയുടെ പാതുകത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ പാതുകം തരുന്ന ആജ്ഞയാൽ ഭരിക്കുകയാണെന്ന് സങ്കല്പിച്ച് അങ്ങയുടെ വരവിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഭരതൻ എന്ന് പറഞ്ഞു. ശ്രുത്വാ രാമസ്യ വചനം ഭരദ്വാജ പ്രഹൃഷ്ടധീ പ്രാഹ സർവേ കുശലിനോ ഭരതസ്തു മഹാമനാ ഫലമൂലകൃതാഹാരോ ജടാവൽക്കലധാരക പാതുകേ സകലം ന്യസ്യ രാജ്യം ത്വം സുപ്രതീക്ഷതേ, അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന്. ഇനി 3 വരി. യദ്യത്കൃതം ത്വയാ കർമ്മദണ്ഡകേ രഘുനന്ദന രാക്ഷസാനാം വിനാശം ച സീതാഹരണപൂർവകം സർവം ജ്ഞാതം മയാ രാമ തപസാദേ പ്രസാദത. ഇവർക്കൊക്കെ പിന്നെ ദിവ്യദൃഷ്ടിയുണ്ട്, അപ്പോൾ അറിയുകയൊക്കെ ചെയ്തിരുന്നു രാവണനെ കൊന്നു ഇപ്പോൾ സീതയും കൊണ്ട് വരുന്നൊക്കെ. രഘുനന്ദന, ഹേ ശ്രീരാമചന്ദ്ര, സീതാഹരണപൂർവകം, സീതയുടെ അപഹരണമാകുന്ന കാരണം കൊണ്ട് രാക്ഷസാനാം വിനാശം, സീതയെ അപഹരിച്ചു എന്നത് കാരണമാക്കിയിട്ട് അങ്ങ് രാക്ഷസന്മാരെ മുഴുവൻ വധിച്ചു, രാക്ഷസന്മാരുടെ വധം. യദ്ദത് കർമ്മ, അതേതൊരു കർമ്മം, ദണ്ഡകം എന്ന വനത്തിൽ ത്വയാകൃതം അങ്ങയാൽ ചെയ്യപ്പെട്ടു, തപസ്സുകൊണ്ട് തേ പ്രസാദത അങ്ങയുടെ പ്രസാദത്താൽ രാമ, അല്ലയോ രാമ, സർവം മയാജ്ഞാതം, സകലം ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതായത് ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ ഇവർക്കൊക്കെ. അതായത് രാമമാഹാത്മ്യത്തെ ഈ ലോകം മുഴുവൻ അറിയണം എന്നുണ്ട് മുനിക്ക്. അപ്പോൾ പറയാണ് രാമഭജനം, രാമൻ, അതായത് രാമനെ ഭജിച്ചാലത്തെ എന്താ രാമൻ്റെ മാഹാത്മ്യം എല്ലാവരും അറിയണം എന്നുണ്ട്. അപ്പോൾ ഭരദ്വാജമുനി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഭരദ്വാജമുനി പറയാണ്, അതായത് രാമഭജനം കൊണ്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജ്ഞാനദൃഷ്ടി, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ, അതൊക്കെ രാമനെ അങ്ങേ ഭജിച്ചപ്പോൾ അങ്ങയുടെ പ്രസാദം കൊണ്ടുണ്ടായ ദിവ്യദൃഷ്ടി കൊണ്ടാണ് ഞാനിതൊക്കെ അറിഞ്ഞതാണ്. അതാണ് പറയുന്നത്, ഹേ രഘുകുലത്തെ ആനന്ദിപ്പിക്കുന്ന രാമ, അങ്ങ് സീതാപഹരണം ഒരു കാരണമാക്കിയിട്ട് ഈ ദണ്ഡകവനത്തിൽ വെച്ച് രാക്ഷസവധം മുതലായ എന്തെല്ലാം കർമ്മങ്ങൾ നടത്തിയോ, അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി രാവണനെയൊക്കെ കൊന്നുല്ലോ, അതൊക്കെ സീതാപഹരണം കാരണമായിട്ട് ആ ഒരു കാരണമാക്കിയിട്ട് അങ്ങ് നടത്തിയ ദുഷ്ടന്മാരെയുള്ള ഈ നിഗ്രഹമൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങേ ഭജിച്ചത് കാരണം, അതായത് ഞാൻ അങ്ങയെ ചെയ്ത തപസ് നിമിത്തം സന്തുഷ്ടനായ അങ്ങയിൽ നിന്ന് എനിക്ക് സിദ്ധിച്ചതാണ് ഈ ദിവ്യചക്ഷുഷ്. എനിക്കിങ്ങനെയുള്ള അറിവുണ്ടാവാൻ കാരണം അങ്ങയുടെ അനുഗ്രഹം മാത്രമാണെന്ന്. അതുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനൊന്നും അല്ല അങ്ങ്, അത് അങ്ങക്ക് അറിയാത്തതുമല്ല അല്ലേ. എന്നോടിപ്പോൾ എല്ലാവരും സുഖമായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചത് സാധാരണ ലോക ഒരു നിയമം പോലെ കുശലം ചോദിച്ചതാണ്. അല്ലാണ്ട് അങ്ങക്ക് എല്ലാം അറിയാം, ഒന്നും അമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ഭരതന് വിശേഷമൊന്നുമില്ലയെന്നും അയോധ്യ ഐശ്വര്യ സമ്പൂർണ്ണമായിരിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയാതെ അറിയാം. പക്ഷേ ലോകമര്യാദ അനുസരിച്ച് ചോദിക്കുകയാണ്, അത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ലോകമര്യാദ. അതേപോലെ തന്നെ എനിക്ക് ദിവ്യദൃഷ്ടി തന്നതും അങ്ങല്ലാതെ മറ്റാരുമല്ല, അങ്ങയെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കും ദിവ്യദൃഷ്ടി ഉണ്ടായതെന്ന് ഒക്കെ പറഞ്ഞു. ഭരദ്വാജനൊക്കെ ശരിക്കറിയാം, ഭഗവാൻ പരബ്രഹ്മൻ തന്നെ അവതരിച്ചതാണ് ഈ ദുഷ്ട നിഗ്രഹത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ എല്ലാം അറിയാലോ.
യദ്യത്കൃതം ത്വയാ കർമ്മദണ്ഡകേ രഘുനന്ദന രാക്ഷസാനാം വിനാശം ച സീതാഹരണപൂർവകം സർവം ജ്ഞാതം. എനിക്കെല്ലാം അറിയാം. എങ്ങനെയാണ് എനിക്കറിയണത്? മയാ രാമ തപസാദേ പ്രസാദതേ, അങ്ങേ തപസ് ചെയ്ത് അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് എനിക്കിതറിയാൻ പറ്റുന്നതാണ്. ത്വം ബ്രഹ്മ പരമം സാക്ഷാദാദിമധ്യാന്തവർജിത ത്വമഗ്രേ സലിലം സൃഷ്ട്വാ തത്ര സുപ്തോസി ഭൂതകൃത്. ത്വം അങ്ങ് സാക്ഷാൽ ശരിക്കും പ്രത്യക്ഷമായിട്ടുള്ള പരമം ബ്രഹ്മ, അതായത് പരബ്രഹ്മം തന്നെ അവതരിച്ചതാണ് അങ്ങ്. ആദിമധ്യാന്തവർജിത, ആദ്യവും മധ്യവും അവസാനവും ഒന്നുമില്ല. അഗ്രേ ആദിയിൽ സലിലം ജലത്തെ സൃഷ്ടി തുടങ്ങിയപ്പോഴേ സൃഷ്ടിച്ചിട്ട് ഭൂതകൃതിത്വം ഭൂതങ്ങളെ ജനിപ്പിക്കുന്ന നിന്തിരുവടി തത്ര അതിൽ സുപ്ത അസി ഉറങ്ങുന്നവനാകുന്നു. അതായത് ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ്, ആദിനാരായണൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കണ എന്ന് ശ്രീരാമചന്ദ്രൻ ഉറപ്പിക്കാൻ തുടങ്ങുകയാണ് ഭരദ്വാജ മുനി. എന്താ പറഞ്ഞാൽ വെച്ചാൽ താപസന്മാർ ചെയ്യുന്ന തപസ്സുകൊണ്ട് ഭഗവാൻ പ്രസാദിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ തപസ്വികൾക്കൊക്കെ ജ്ഞാനം ഉണ്ടാവണം. അതായത് എൻ്റെ അനുഗ്രഹം കൊണ്ടൊന്നും അല്ല എന്ന് പറയാണ് എന്ന് പറയുകയാണെങ്കിൽ, അപ്പം ഭരദ്വാജൻ പറയാണ്, അങ്ങ് സർവോത്കൃഷ്ടമായും സർവ കാരണങ്ങളുടെ കാരണവുമായിരിക്കുന്ന പരബ്രഹ്മമാണ് എന്ന് ഞാൻ അറിയുന്നുണ്ട്. എന്താ വെച്ചാൽ അങ്ങക്ക് ആദിയില്ല, മധ്യമില്ല, അന്തമില്ല. ജനിക്കുക, ജീവിക്കുക, മരിക്കുക എന്ന സാധാരണ ജീവികൾക്കൊക്കെ ഉള്ള വികാരങ്ങളൊന്നും അങ്ങക്കില്ല. ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നത് മുഴുവൻ അങ്ങാണ്. ഭൂതങ്ങളെയൊക്കെ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചവനും നിന്തിരുവടി തന്നെയാണ്. ആദ്യം ജലം സൃഷ്ടിച്ചതിന് ശേഷം അതിൽ യോഗനിദ്ര ചെയ്യുന്ന ആ ദേവൻ്റെല്ലോ, അതായത് ആ യോഗനിദ്രയിൽ കിടക്കണ നമ്മൾ വിചാരിക്കണ പാലാഴിയിൽ കിടക്കണ പത്മനാഭസ്വാമി അങ്ങനെയാണ്. ഓരോ ഭൂതങ്ങളിലും അങ്ങ് അന്തര്യാമിയായിട്ട് വർത്തിക്കുകയാണ്. അങ്ങനെ ആദ്യം ഓരോന്നിനെ ഉണ്ടാക്കി ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ അങ്ങിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് എല്ലാ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും ഇക്കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് അങ്ങാണ്. അങ്ങ് മറ്റാരുമല്ല, ആദിനാരായണൻ തന്നെയാണ് അർത്ഥം, ബ്രഹ്മം തന്നെയാണ് അർത്ഥം. ത്വം ബ്രഹ്മപരമം സാക്ഷാത് ആദിമധ്യാന്തവർജിത ത്വമഗ്രേ സലിലം സൃഷ്ട്വാ തത്ര സുപ്തോസി ഭൂതകൃത്. പിന്നെയോ നാരായണോസി വിശ്വാത്മൻ നരാണാമന്തരാത്മക ത്വന്നാഭികമലോൽപ്പന്നോ ബ്രഹ്മാലോകപിതാമഹ. അതായത് ഭഗവാൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണെന്ന് പറയുകയാണ്. ത്വം നാരായണം അസി, അങ്ങ് നാരായണനാകുന്നു, മഹാവിഷ്ണു ആകുന്നു. വിശ്വാത്മൻ, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ആത്മാവാണ് അങ്ങനത്തെ വിശ്വാത്മാവേ. നരാണാം, അതായത് മനുഷ്യരുടെ അന്തരാത്മക, എല്ലാവരുടെയും അന്തര്യാമിയും. ലോകപിതാമഹ ബ്രഹ്മ, ലോകങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ് എവിടെ ജനിച്ചത്? ത്വന്നാഭിം കമലോത്പന്ന, അങ്ങയുടെ നാഭികമലത്തിൽ നിന്ന് ഉദ്ഭവിച്ചവനാണ് ബ്രഹ്മാവ്. അതായത് നാരായണൻ എന്ന ആ പേരുണ്ടല്ലോ, അതെത്ര അർത്ഥവത്താണെന്നും കൂടിയും കാണിക്കുകയാണ് കേട്ടോ ഇതിൽ. അതായത് ജലത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് നാരം അയനം, നാരം ച വെള്ളമാണ്, നാരത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണി. അതായത് ജലത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ നാരായണൻ എന്നുള്ള പേര് വന്നത്. ഹേ സർവ വിശ്വാത്മാവായിട്ടുള്ള ഭഗവാനെ, അങ്ങ് എല്ലാവരുടെയും അന്തര്യാമിയായിരിക്കുന്നത് കൊണ്ടും അങ്ങ് നാരായണൻ തന്നെയാണ്. അതായത് അങ്ങയുടെ നാഭികമലത്തിൽ നിന്നാണ് ലോകങ്ങളെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവെന്നെ ഉത്ഭവിച്ചത്. അതാണ്. പിന്നെ ജലത്തിന് നാരം എന്നുള്ളൊരു പേരുണ്ട്. അതുകൊണ്ടാണ് നാരത്തിൽ അയനം ചെയ്യുന്ന വെച്ചാൽ ശയിക്കുന്നവൻ, അതുകൊണ്ടാണ് നാരായണൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ജലത്തിന് ഇവിടെ പറഞ്ഞത്. നാരായണോസി വിശ്വാത്മൻ നരാണാമന്തരാത്മക
ത്വം നാഭി കമലോൽപ്പന്നോ, നാഭിന്നാണല്ലോ ഉണ്ടായത് കമലം, ആ കമലത്തിൽ നിന്നല്ലേ ബ്രഹ്മാവ് ഉണ്ടായത്. ബ്രഹ്മ ലോകപിതാമഹ, ലോകത്തിൻ്റെ മുഴുവൻ പിതാമഹനായ പിന്നെ ആര്, ബ്രഹ്മാവന്നെ അങ്ങയുടെ നാഭികമലത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതായത് അങ്ങ് ബ്രഹ്മാവിൻ്റെയും കൂടിയും പിതാവാണ് അല്ലേ, എല്ലാവരുടെയും ലോകത്തിലത്തെ എല്ലാവരുടെയും മാതാവും പിതാവും ഒക്കെയാണ്. അതായത് ഒറ്റ ആളേ ഉള്ളൂ അല്ലേ, പരബ്രഹ്മാണല്ലോ. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനും അമ്മയും എല്ലാം എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം, 22 കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇന്ന് തൽക്കാലം നിർത്താം. ഇനി കുറച്ചും കൂടി പറയുന്നുണ്ട്, അത് നമുക്ക് നാളെ ചെയ്യാം. അതായത് പിന്നെ ഭരദ്വാജൻ തന്നെ കുറച്ച് ശ്ലോകം കൂടിയുണ്ട്, അത് നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.